മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിശ്രമമെന്ന പദത്തിന് പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. പിതാവ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ പിണറായി വിജയൻ പ്രത്യേക താൽപര്യമെടുത്ത് ഒരുപാട് ഇടപെടലുകൾ നടത്തിയെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ലീഡേഴ്സ് സമ്മിറ്റിലാണ് ഇരുവരും ഊഷ്മള സൗഹൃദത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയിലടക്കം ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിൽ യോജിപ്പും ചില കാര്യങ്ങളിൽ വിയോജിപ്പുമുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാഷ്ട്രീയമായി ഇരുചേരികളിലായിരുന്നെങ്കിലും സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ലെന്നും ഓർമ്മയിൽ ഉമ്മൻചാണ്ടി എന്ന പരിപാടിയിൽ പിണറായി വിജയൻ പറഞ്ഞു. LDF തന്നെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചപ്പോൾ ആദ്യം കണ്ടത് ഉമ്മൻചാണ്ടിയെയായിരുന്നു. രാഷ്ട്രീയമായി ഇരുചേരികളിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയാകണമെന്ന് LDF പാർലമെന്ററി പാർട്ടി നിശ്ചയിച്ചതിനെ തുടർന്ന് ഞാൻ ആദ്യം പോയി സന്ദർശിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. ജനങ്ങളെ സ്പർശിക്കുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നവർക്ക് മാത്രമേ പൊതുപ്രവർത്തനത്തിൽ മികവുണ്ടാക്കാനാകൂ എന്നതിന് ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടി. പ്രളയകാലത്ത് രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു. ഉമ്മൻചാണ്ടി അതിജീവനത്തിന്റെ മികച്ച മാതൃക കൂടിയാണെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ജനങ്ങളെ സ്പർശിക്കുന്ന ഏതൊരു വിഷയത്തിലും ക്രിയാത്മകമായി ഇടപെട്ട് പരിഹാരം കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ അവിടെ നിലനിൽക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ബഹുമുഖമായ അറിവും നേതൃഗുണവും ഈ മേഖലയ്ക്ക് ഏറെ ആവശ്യമാണ്. അവ രണ്ടും കൃത്യമായി ഉൾച്ചേർന്നിരുന്ന വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായ അടുപ്പം കാത്തുസൂക്ഷിച്ചവരായിരുന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടിയുമെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം, പക്ഷെ അതിന്റെ അപ്പുറം വ്യക്തിബന്ധം എന്നുള്ളൊരു കാര്യമുണ്ട്. 1970 ഇവർ ഒന്നിച്ച് അസംബ്ലിയിലേക്ക് കടന്നു വന്നവരാണ്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം മുഖ്യമന്ത്രി എന്റെ പിതാവിന് കൊടുത്തിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.